എത്ര സ്ഥലത്ത് ജോലിക്ക് അപേക്ഷിച്ചു ദൈവമേ, ഒരു ജോലിയും ശരിയാകുന്നില്ലല്ലോ. അഭിഷേകിനാകെ മടുത്തിരുന്നു. കഴിഞ്ഞ 3 വർഷമായി താൻ വിശ്വസിച്ച് ജോലി ചെയ്തിരുന്ന സോഫ്റ്റ്വെയർ കമ്പനി സാമ്പത്തിക പ്രതിസന്ധി കാരണം താൽക്കാലികമായി അടച്ചുപൂട്ടിയപ്പോൾ അവന് നഷ്ടമായത് വെറും ഒരു ജോലിയായിരുന്നില്ല, ഒരു വീടിന്റെ അത്താണി കൂടിയായിരുന്നു. അമ്മയുടെയും പെങ്ങളുടെയും അടക്കം ആ കുടുംബത്തിന്റെ മൊത്തം ചുമതലയും അബിയുടെ തലയിലായിരുന്നു. വൈകുന്നേരം ചായ കുടിക്കാനിരുന്നപ്പോൾ അമ്മയുടെ ശബ്ദം പതിവിലും ഉയർന്നു. എടാ, നീ എന്തിനാ മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുന്നത്? ജോലി പോയെന്ന് കരുതി എല്ലാവരും ഇങ്ങനെ വീട്ടിൽ അടയിരിക്കുകയല്ല. നിനക്ക് വേറെ ജോലിക്ക് ശ്രമിച്ചുകൂടെ? നിന്റെ ഈ മുരടിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ തലവേദനിക്കുന്നു. കടങ്ങളെല്ലാം തീർക്കണ്ടേ? ഒരു ജോലിയില്ലാതെ എത്ര ദിവസമെന്ന് കരുതിയാ മുന്നോട്ടു പോകുന്നത്? അമ്മ മടുപ്പോടെയാണ് അവനോട് പറഞ്ഞത്. ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ, ഇത് തന്നെ പറഞ്ഞെന്നെ വെറുപ്പിക്കല്ലേ എന്ന് ദേഷ്യം കൊണ്ട് അവൻ മറുപടി പറഞ്ഞെങ്കിലും ആ വാക്കുകളിൽ നിസ്സഹായതയുടെ ഒരു നനവുണ്ടായിരുന്നു. നീ ശ്രമിക്കുന്നുണ്ടെന്ന് കുറെ ദിവസമായില്ലേ പറയുന്നു. ഏതെങ്കിലും കമ്പനിയിൽ ജോലി ശരിയായി വരാൻ സമയമെടുക്കും. നീ ചെലവിന് വല്ലതും കിട്ടുന്ന ചെറിയ ജോലി നോക്കി പോകാൻ നോക്ക്. അമ്പിളിക്ക് ഈ മാസം കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കണം, ബാങ്കിൽ ലോൺ അടയ്ക്കണം. ഇതെല്ലാം നിനക്ക് കിട്ടിയിട്ട് തന്നെ വേണ്ടേ? ഞാൻ പറയുമ്പോൾ നീ എന്നോട് ചൂടാകും. എത്ര ദിവസമായി ഇതിങ്ങനെ? ചായ ഗ്ലാസ് മുന്നിൽ വെച്ചു കൊടുത്തുകൊണ്ടാണെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അമ്മ അടുക്കളയിലേക്ക് പോയത്. ശരിക്കു പറഞ്ഞാൽ അബിക്ക് ആകെ വല്ലായ്മ തോന്നി. അച്ഛൻ മരിച്ച നാള് തൊട്ട് ഈ വീട് ഇത്രത്തോളം എത്തിക്കാൻ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്റെ കാരണം കൊണ്ടല്ലാതെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അമ്മയുടെയും പെങ്ങളുടെയും സ്നേഹമൊക്കെ എവിടെയോ പോയി. കുടുംബത്തിനു വേണ്ടി ഭാരം വലിക്കുന്ന ആൺകുട്ടികളുടെ കഥ ഇങ്ങനെ തന്നെയാണ്. കയ്യിൽ പൈസയും പണിയും ഉള്ളപ്പോൾ എല്ലാവരും ചുറ്റിലും കാണും. 2 ദിവസം വീട്ടിലിരുന്നാൽ കഴിഞ്ഞു. വയ്യ, ആകെ മടുത്തു. ഇനി എനിക്കെങ്ങും വയ്യ. ഒരു നിമിഷത്തെ രോഷത്തിൽ അവൻ താക്കോലെടുത്ത് ബൈക്കുമായി പുറത്തേക്ക് ഇറങ്ങി. എങ്ങോട്ടാണ് ഇറങ്ങിയതെന്നൊന്നും അവൻ അറിയില്ല. എങ്കിലും ഭക്ഷണത്തിന്റെ മുൻപിൽ പോലും അമ്മ ഇപ്പോൾ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് ജോലി കഴിഞ്ഞു വന്നാൽ തനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് പൈസ ചോദിക്കാൻ പിറകെ വന്നിരുന്ന പെങ്ങളിപ്പോൾ എന്നോട് മിണ്ടുന്നു പോലുമില്ല. ഒരു ജോലി പോയാൽ മറ്റൊന്ന് കിട്ടി വരുന്നതുവരെയെങ്കിലും ഇവർക്കൊന്ന് ക്ഷമിച്ചൂടെ? എന്ത് മനുഷ്യരാണാവോ? അബിയുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ജോലി പോയതിനേക്കാളേറെ വീട്ടിലുള്ളവരുടെ മാറ്റമായിരുന്നു അവനെ വിഷമിപ്പിക്കുന്നത്. എങ്ങോട്ടാണ് എന്നറിയില്ലെങ്കിലും അവൻ ബൈക്കിന്റെ സ്പീഡ് കൂട്ടി. ആക്സിലേറ്റർ കൂട്ടി ബൈക്ക് പറപ്പിക്കുമ്പോൾ മനസ്സ് നിറയെ ജോലി നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യവും അമ്മയുടെ വാക്കുകളുമായിരുന്നു. മനസ്സവിടെ അല്ലാത്തതുകൊണ്ട് തന്നെ അവന്റെ ഡ്രൈവിംഗിൽ ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. പെട്ടെന്നൊരു വളവിലെത്തിയതും എതിരെ വന്ന സ്കൂട്ടറിൽ തട്ടി അവന്റെ ബൈക്ക് റോഡിൽ നിരങ്ങി പോവുകയായിരുന്നു. അവന്റെ ഇടതുഭാഗം അര മുതൽ കാൽ വരെ റോഡിൽ നന്നായി ഉരഞ്ഞു. പാന്റ് കീറി അവന്റെ സ്കിന്നെല്ലാം റോഡിലെ ഡാറിൽ ഉരഞ്ഞു പോയിരുന്നു. അയ്യോ, പെട്ടെന്നുള്ള വീഴ്ചയിൽ അവന് നന്നായി വേദനിച്ചു. കാലിൽ നല്ല വേദന തോന്നി. അപ്പോഴേക്കും ആ സ്കൂട്ടറിലുള്ള ആൾ സ്കൂട്ടറിൽ നിന്നിറങ്ങി അവൻ അരികിലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്നവരും ഓടിക്കൂടി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കാലിന് നന്നായി പരിക്കേറ്റിട്ടുണ്ടല്ലോ അല്ലേ? അവർ ചോദിച്ചു. കാലിന് നല്ല വേദനയുണ്ട്, അവൻ അപ്പോൾ അവരോട് പറഞ്ഞു. പാന്റെല്ലാം ഉരഞ്ഞു പോയിട്ടുണ്ട്. മുറിവിൽ നിന്ന് ചോര വരുന്നത് നിൽക്കില്ല. വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം, അതിലൊരാൾ അവനോട് പറഞ്ഞു. കുഴപ്പമില്ല, ഞാനിവിടെ ക്ലിനിക്കിൽ പോയിക്കോളാം. ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ, സാരമില്ല, എനിക്ക് പോകാവുന്നതേയുള്ളൂ. അബി അത് പറഞ്ഞ് ഓട്ടോയിൽ കയറി. ഓട്ടോക്കാരനോട് നേരെ ക്ലിനിക്കിലേക്കാണെന്ന് പറഞ്ഞു. ഓട്ടോയിൽ ഇരിക്കുമ്പോഴൊക്കെ അവന്റെ കാലിൽ നിന്ന് ചോര പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. വേദന കാരണം അവൻ ഇരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓട്ടോ തൊട്ടടുത്തുള്ള ക്ലിനിക്കിന് മുൻപിൽ ചെന്ന് നിന്നു. അബി പതുക്കെ ഓട്ടോയിൽ നിന്നിറങ്ങി. അയാൾക്ക് കാശ് കൊടുത്തു. ഞാൻ ഒപ്പം വരണോ? നടക്കാൻ കഴിയുമോ? അയാൾ അബിയോട് ചോദിച്ചു. ഏയ്, കുഴപ്പമില്ല, വലിയ മുറിവില്ല, ഉരഞ്ഞു പോയതാ, ഞാൻ പോയിക്കോളാം. ശരി. അവൻ അയാളോട് തലയാട്ടിക്കൊണ്ട് പതിയെ അകത്തേക്ക് ചെന്നു. ക്ലിനിക്കിൽ അപ്പോൾ ആളുകൾ കുറവായിരുന്നു. അവൻ ടോക്കൺ എടുത്ത് ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഡോക്ടറുടെ കസേരയിൽ കണ്ടത് അധികം പ്രായം തോന്നിക്കാത്ത ഒരു ചെറിയ പെൺകുട്ടിയെ ആയിരുന്നു. ഡോക്ടർ ദിയ. ആക്സിഡന്റ് ആണോ? ഇങ്ങോട്ടിരുന്നോളൂ. അവനെ കണ്ടതും അവൾ തൊട്ടു മുന്നിലുള്ള കട്ടിൽ കാണിച്ച് അബിയോട് പറഞ്ഞു. അബി പതുക്കെ ആ കട്ടിലിലേക്ക് കയറിയിരുന്നു. ഓ, റോഡിലാകെ ഉരഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കാലൊന്ന് നീട്ടിവെക്കാമോ? അവൾ അവനോട് ചോദിച്ചത് പ്രകാരം അവൻ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് അവന്റെ കാൽ പതിയെ നീട്ടിവെച്ചു കൊടുത്തു. അവൾ അപ്പോൾ അവന്റെ കാലിലെ മുറിവിൽ പതിയെ ഒന്ന് തൊട്ടു നോക്കി. മരുന്ന് വെക്കാം, ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ TT എടുക്കാം. ശോഭേച്ചി, മുറിവൊന്ന് ക്ലീൻ ചെയ്തേ, അവൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും റോഡിലിറങ്ങിയ കണ്ണ് കണ്ടുകൂടാ. എന്നും ആക്സിഡന്റും മരണവും ഒക്കെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിച്ചുകൂടെ? നേഴ്സ് കുറച്ച് കലിപ്പോടെയാണ് അവൻ അരികിലേക്ക് വന്നത്. അബി അപ്പോൾ അവരുടെ മുഖത്തേക്കൊന്നു നോക്കി.
വീട്ടിൽ അമ്മയുടെ ചീത്തവിളി വേറെ, ഒരപകടം പറ്റി ഇവിടെ വന്നപ്പോൾ ഇവരുടെ വക വേറെയും. എന്ത് മനുഷ്യരാണോ ആവോ. അബിക്ക് ആ നേഴ്സിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ശോഭേച്ചി, എന്താ ഇത്? പേഷ്യന്റിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ മരുന്ന് വെച്ചോളാം. ശോഭേച്ചി അപ്പുറത്ത് ഫാർമസിയിലേക്ക് ചെല്ല്. അവർ അബിയോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ ദിയയ്ക്ക് എന്തോ പോലെ തോന്നി. അവൾ ആ നേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അവര് പറഞ്ഞത് കാര്യമാക്കണ്ട, ആളല്പം ചൂടത്തിയാണ്. BP നോക്കാനും മറ്റു കാര്യങ്ങൾക്കുമല്ലാതെ വേറെ ഒന്നിനും വയ്ക്കാൻ പറ്റില്ല. സ്റ്റാഫ് ഒരാൾ ഇന്ന് ലീവാണ്. ദിയ അബിയുടെ കാലിലെ മുറിവിൽ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. ഒരിടത്ത് നല്ല മുറിവുണ്ട്, തുന്നലിടേണ്ടി വരും. ബാക്കി സ്ഥലത്തൊക്കെ മരുന്ന് വെക്കാം. തുടയിൽ നന്നായി ഉരഞ്ഞിട്ടുണ്ട്. നല്ല വേദനയുണ്ടല്ലേ? ഞാൻ പെയിനിന് പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ വെക്കാം കേട്ടോ. അവൾ അത് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷനുമായി അവൻ അരികിലേക്ക് വന്നു. വെക്കുകയാണ് കേട്ടോ, കുത്തട്ടെ. അവൾ അവന്റെ കയ്യിൽ പതുക്കെ ആ സിറിഞ്ച് കയറ്റി. വളരെ ശ്രദ്ധിച്ചു ചെയ്തതുകൊണ്ടായിരിക്കണം അവൾ അത് ചെയ്തതുപോലും അബി അറിഞ്ഞില്ല. അവൾ അപ്പോൾ വീണ്ടും അവന്റെ മുറിവിലേക്ക് നോക്കി. മരുന്ന് വെക്കാൻ മുറിവ് കൃത്യമായി എവിടെയാണെന്ന് കാണാൻ പാന്റ് കുറച്ചൊന്ന് താഴ്ത്തണം, അല്ലെങ്കിൽ പാന്റ് മാറ്റേണ്ടി വരും. ദിയ അവനോട് പറഞ്ഞു. അവൾക്ക് മുൻപിൽ പാന്റ് മാറ്റി കൊടുക്കാൻ അവന് ചെറിയൊരു മടി തോന്നി. എങ്കിലും ഡോക്ടറല്ലേ, എന്ത് നോക്കാനാണ്, അവരുടെ ജോലിയല്ലേ എന്ന് കരുതി അബി വേദനയോടെ പാന്റിന്റെ സിബൂരി കാലിന്റെ ഭാഗം മാത്രം അല്പം താഴേക്ക് വലിച്ചു. ഇതുപോരാ, ദിയ അപ്പോൾ സൗമ്യമായി പറഞ്ഞു. പാന്റ് മുഴുവനായി മാറ്റണം. അവൾ അപ്പുറത്ത് ചെന്ന് ഒരു വെള്ള കളർ മുണ്ടെടുത്ത് അവൻ അരികിലേക്ക് വന്നു. പാന്റ് ഒന്ന് മാറ്റിയിട്ട് ഇതുകൊണ്ട് മറച്ചോളൂ. ഈ കാല് മാത്രം ഒന്ന് നിവർത്തി വെച്ച് തരണം, അല്ലാതെ മുറിവ് മരുന്ന് വെക്കാൻ പറ്റില്ല. അവൾ അത് പറഞ്ഞപ്പോൾ അബി അവളുടെ കണ്ണിലേക്കൊന്നു നോക്കി. ഒന്ന് മടിച്ചെങ്കിലും അവൻ ഷർട്ട് മാത്രം ധരിച്ച് പതിയെ പാന്റ് ഊരി മാറ്റി. ശേഷം ഒരു കാൽ അവൻ അവൾ കൊടുത്ത മുണ്ടുകൊണ്ട് മൂടി വെച്ചു. ചരിഞ്ഞു കിടക്കാമോ? ദിയ അപ്പോൾ അവനോട് ചോദിച്ചു. അവൻ അപ്പോൾ പതിയെ ഒന്ന് ചരിഞ്ഞു കിടന്നു. നല്ല വേദനയുണ്ടായിരുന്നു അവന്. ദിയ പതിയെ അവന്റെ മുറിവ് വൃത്തിയാക്കി തുടങ്ങി. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൈകൾക്ക് നല്ല വേഗമുണ്ടായിരുന്നെങ്കിലും അവളുടെ നല്ല ശ്രദ്ധ കാരണം അവൻ അത്രയ്ക്ക് അങ്ങോട്ട് വേദനിക്കുന്നില്ലായിരുന്നു. റോഡിലിറങ്ങിയാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് തട്ടണമെന്നില്ല, ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്ന് തട്ടാനുണ്ടാകും. ശ്രദ്ധിക്കണം, ഇപ്പോൾ അപകടങ്ങളൊക്കെ പതിവാണ്. ഇനി നമ്മുടെ മൈൻഡ് കൈവിട്ടു പോയാൽ പിന്നെ പറയുകയും വേണ്ട. എന്തെങ്കിലും ടെൻഷനിലായിരുന്നോ ബൈക്ക് ഓടിച്ചത്? അവൾ അവന്റെ തുടയിൽ തുന്നിടാനായി അവന്റെ ഇന്നർ പതിയെ ഒന്ന് മുകളിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ ഉണ്ട കണ്ണുകളും സൗമ്യമായ സംസാരവും സ്നേഹവുമെല്ലാം കാരണം മുറിവിന്റെ വേദന അപ്പോൾ അബി അറിയുന്നുണ്ടായിരുന്നില്ല. ടെൻഷന്റെ കാര്യം ചോദിച്ചപ്പോൾ അവൾ തന്റെ മനസ്സ് വായിച്ച പോലെ അവന് തോന്നി. ടെൻഷനിൽ ഓടിച്ചു കാണുമല്ലേ? അവൾ വീണ്ടും അവനോട് ചോദിച്ചു. അതെ, ജോലി പോയ വിഷമത്തിലായിരുന്നു. അബി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. അതിനെന്തിനാ ടെൻഷൻ? ഇന്നത്തെ കാലത്ത് ജോലി പോകുന്നതൊക്കെ സാധാരണമല്ലേ? ജോലിയൊക്കെ ശരിയായി വന്നോളും. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കണം. മുറിവിൽ പച്ചവെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. പഴുപ്പ് വരാതിരിക്കാനാ. വീട് ഇവിടെ അടുത്താണോ? ദിയ വീണ്ടും ചോദിച്ചു. അല്ല, കുറച്ചു ദൂരെയാണ്. ഞാൻ അപകടം പറ്റിയത് ഇവിടെ നിന്നായപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ, അബി പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല. വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ലിനിക്കിൽ പോയി ദിവസവും ഡ്രസ്സ് ചെയ്ത് മരുന്ന് വെക്കണം. അവൻ പോലും അറിയാതെ തുന്നലിടുകയും മരുന്ന് വെക്കുകയും ചെയ്തുകൊണ്ട് അവൾ സ്നേഹത്തോടെ പറഞ്ഞു. കഴിഞ്ഞുട്ടോ. ദിയ അപ്പോൾ ചിരിച്ചു. കഴിഞ്ഞു? അവൾ പറഞ്ഞപ്പോഴാണ് എല്ലാം കഴിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത് തന്നെ. കുറച്ചു നേരം കൂടെ അവളുടെ സംസാരം കേട്ട് അങ്ങനെ കിടക്കാൻ അവൻ അപ്പോൾ തോന്നിയിരുന്നു. താങ്ക് യു, അവൻ അറിയാതെ അവളോട് പറഞ്ഞു പോയി. അവൾ ചിരിച്ചുകൊണ്ട് മരുന്നിന്റെ ബോക്സ് അപ്പുറത്തേക്ക് വെച്ചു. പതിയെ എണീറ്റോളൂ കേട്ടോ, അവൾ അവനോട് പറഞ്ഞു. ഇനിയിപ്പോ പാന്റ് ഇട്ട് പോകാൻ പറ്റില്ലല്ലോ, കാലിലാകെ മുറിവല്ലേ. ഈ മുണ്ടെടുത്തുകൊണ്ട് തന്നെ പൊയ്ക്കോളൂ. അത് പറഞ്ഞ് അവൾ അപ്പുറത്ത് അവളുടെ ഡോക്ടറുടെ കസേരയിലേക്ക് ചെന്നിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ മേശക്കരികിലേക്ക് ചെന്നപ്പോൾ അവൾ മരുന്നിന്റെ സ്ലിപ്പ് എഴുതി അവന്റെ കൈകളിലേക്ക് കൊടുത്തു. ഈ മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ശരി, അവൾ അവനോട് തലയാട്ടി. മേഡം, അത് ഈ ഡ്രസ്സ് ഞാൻ എടുത്താൽ ഇതിന്റെ പേയ്മെന്റ് എന്തെങ്കിലും? അവൻ അവളോട് ചോദിച്ചു. ഏയ് സാരമില്ല, പേയ്മെന്റ് വേണ്ട, ബില്ല് അടച്ചിട്ട് പോയിക്കോളൂ, അവൾ അവനോട് വീണ്ടും സ്നേഹത്തോടെ പറഞ്ഞു. അവൻ അപ്പോൾ അവളെ കണ്ടിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ കാണും. ഒരു വാതിൽ അടയുമ്പോൾ ചിലപ്പോൾ അതിലും നല്ല 10 വാതിലുകൾ തുറക്കാനുണ്ടാകും. ജോലിയൊക്കെ ശരിയായിക്കോളും. പുതിയ ജോലി കിട്ടുന്നത് വരെ മുറിവൊക്കെ മാറാൻ വേണ്ടി കാലിന് എന്തായാലും വിശ്രമം കൊടുക്കണം. അതുവഴി മനസ്സിനും വിശ്രമം കിട്ടും, ദിയ അവനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അബി ചിരിച്ചു. അവൻ ആ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ തന്റെ ഫോണിൽ എന്തോ നോക്കുകയായിരുന്ന ദിയയെ അവൻ വാതിൽക്കൽ നിന്നൊന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ മനസ്സിൽ ആ കുഞ്ഞു ഡോക്ടർ വല്ലാതെ പതിഞ്ഞു പോയിരുന്നു. അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് അവൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് രാത്രി ഉമ്മറക്കോലായിൽ കിടക്കുമ്പോഴും അവന്റെ മനസ്സിൽ ദിയയുടെ മുഖമുണ്ടായിരുന്നു.
അവളുടെ കണ്ണുകളും ചിരിയും സ്നേഹത്തോടെയുള്ള സംസാരവുമെല്ലാം അവന്റെ മനസ്സിലെ വിഷമങ്ങളെ ഏറെ തണുപ്പിച്ചിരുന്നു. ജോലി പോയതിന്റെ ഒപ്പം അപകടം കൂടെ പറ്റി വന്നപ്പോൾ അമ്മയ്ക്ക് അവനോട് ആകെ കലി കയറിയിരുന്നു. എന്നാൽ അമ്മയുടെ കുത്തുവാക്കുകളൊന്നും അവന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചില്ല. ദിയ പറഞ്ഞ ആശ്വാസവാക്കുകൾ അവന്റെ മനസ്സിനെ എവിടെയോ വല്ലാതെ സ്വാന്തനിപ്പിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ മുറിവിലെ ഡ്രസ്സിംഗ് മാറ്റാൻ സമയമായി. വീടിനടുത്ത് തന്നെ വേറെയും ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അബിയുടെ മനസ്സ് പറഞ്ഞത് ദിയയുടെ ക്ലിനിക്കിലേക്ക് പോകാനാണ്. കാലിന്റെ വേദനയേക്കാൾ അവന്റെ മനസ്സിനാവശ്യം ദിയയുടെ സാമീപ്യമായിരുന്നു. അവളെ ഒന്ന് കാണണം. അവന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം തോന്നി. അപ്പോഴാണ് അവനെ തേടി ആ സന്തോഷവാർത്ത എത്തിയത്. അവന്റെ ഫോണിലേക്കൊരു മെയിൽ വന്നിരുന്നു. അവൻ അപേക്ഷിച്ച ഒരു ദുബായ് കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി അവന് ജോലി കിട്ടിയിരിക്കുന്നു. അവൻ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി തിരികെ മെയിൽ അയച്ചു. അവന്റെ മനസ്സിലപ്പോൾ വല്ലാത്ത സന്തോഷവും കണ്ണിൽ കണ്ണുനീരും പൊടിഞ്ഞിരുന്നു. കുത്തുവാക്കുകൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും ഒക്കെ അപ്പുറത്ത് തനിക്കൊരു നല്ല ജോലി ലഭിച്ചിരിക്കുന്നു. മുറിവെന്തായാലും ഡ്രസ്സ് ചെയ്യാൻ പോകാം. ആ ഡോക്ടർ കുട്ടിയോട് തന്നെ ആദ്യം ഈ വിവരം പങ്കുവെക്കണം അവന്റെ മനസ്സിൽ തോന്നി. അമ്മയോട് പോലും ജോലി കിട്ടിയ വിവരം പറയാതെ അവൻ വീട്ടിൽ നിന്നിറങ്ങി. അബി വീടിനടുത്ത് നിന്ന് ഓട്ടോ വിളിച്ച് വേഗത്തിൽ ദിയയുടെ ക്ലിനിക്കിന്റെ മുൻപിലെത്തി. ഓട്ടോയിൽ നിന്നിറങ്ങി പതിയെ അങ്ങോട്ട് നടക്കുമ്പോൾ അവന്റെ മനസ്സിൽ നിറയെ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് ക്ലിനിക്കിനകത്ത് നിന്ന് അസാധാരണമായൊരു ബഹളം അവൻ കേട്ടത്. ക്ലിനിക്കിന്റെ വാതിൽക്കൽ ഒരു മധ്യവയസ്കൻ ദേഷ്യത്തോടെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ വസ്ത്രധാരണത്തിലും വാക്കുകളിലും മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു. കാശുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ലേടി നീ ഈ ക്ലിനിക്ക്? എനിക്കിപ്പോ പൈസ വേണം, വേഗം താടി. ആർക്കു വേണ്ടിയാ നീ കഷ്ടപ്പെടുന്നത്? നിന്റെ തന്തയായ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് എടുക്കടി പൈസ. ദിയയുടെ അച്ഛൻ കുടിച്ചു ബോധമില്ലാതെ അവിടെ നിന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു. അച്ഛ പൈസ തരാം, ആളുകൾ ശ്രദ്ധിക്കുന്നു. അവൾ അപ്പോൾ കരച്ചിലടക്കി പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അബി അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. തലേന്ന് തന്നോട് അത്രയും സ്നേഹത്തോടെ സംസാരിച്ച് സമാധാനിപ്പിച്ച പെൺകുട്ടി ഇപ്പോൾ വളരെ നിസ്സഹായയായി നിൽക്കുന്നു. ഈ ക്ലിനിക്ക് നടത്താൻ അവൾ കഷ്ടപ്പെടുന്നത് ഈ മദ്യപാനിയായ അച്ഛന് വേണ്ടിയാണോ? അബിയുടെ മനസ്സിൽ ദിയയോടുള്ള ഇഷ്ടം വല്ലാതെ അങ്ങ് കൂടുകയായിരുന്നു. വെറും ഒരിഷ്ടത്തിനപ്പുറത്ത് അതൊരു നിമിഷം കൊണ്ട് ആദരവും വാത്സല്യവുമായി മാറുകയായിരുന്നു. അബി അപ്പോൾ ധൈര്യത്തോടെ അകത്തേക്ക് കയറി. എന്താ പ്രശ്നം? നിങ്ങൾ ആരാണ്? അബി ഉറച്ച സ്വരത്തിൽ ദിയയുടെ അച്ഛനോട് ചോദിച്ചു. നീ ഏതാടാ? ഞാൻ ഇവളുടെ അച്ഛനാണ്. നിനക്കെന്താ കാര്യം? അക്രമാസക്തനായ അയാൾ അപ്പോൾ അവന് നേരെ തിരിഞ്ഞു. ഏയ്, ഇത് ക്ലിനിക്കാണ്. ഇവിടെയുള്ള രോഗികളോട് മാന്യമായി സംസാരിക്കണം. നിങ്ങൾ ഈ ഡോക്ടറുടെ അച്ഛനായാലും ആരായാലും ശരി, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പോലീസിനെ വിളിക്കും. അവൻ പറഞ്ഞപ്പോൾ അയാൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. നീ ആരെങ്കിലും വിളിക്കടാ, നീ അതിങ്ങ് തന്നേടി, ഞാൻ പോണു. അയാൾ അത് പറഞ്ഞുകൊണ്ട് ദിയയുടെ കയ്യിലുള്ള പൈസ ഒരൊറ്റ വലിക്ക് വാങ്ങി. അതും വാങ്ങിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി. എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? അബി അപ്പോൾ ദിയയോട് ചോദിച്ചു. അത് പതിവുള്ളതാണ്. അച്ഛൻ മദ്യപിച്ചു വന്ന് ഇവിടുത്തെ പൈസയൊക്കെ എടുത്തോണ്ട് പോകും. ആളുകൾ കാണുമ്പോൾ എനിക്കൊരു മോശമല്ലേ, ഞാൻ വേഗം എടുത്തു കൊടുക്കും. മുറിവ് വേദന കുറവുണ്ടോ? മരുന്ന് വെക്കാൻ വന്നതല്ലേ, അകത്തേക്ക് കയറിക്കോളൂ, ദിയ അബിയോട് പറഞ്ഞു. അബി അവളുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ കസേരയിൽ തല കുനിച്ചിരിക്കുകയായിരുന്നു. മാഡം, ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. വലിയൊരു കമ്പനിയിലാണ്. ഞാൻ പഠിച്ച ഫീൽഡ് തന്നെ, എഞ്ചിനീയറിംഗ്. അടുത്ത് തന്നെ ഞാൻ പോകും. ഡോക്ടർ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലൊരു സമാധാനം തോന്നിയിരുന്നു. വീട്ടിലെ കഥയൊക്കെ വലിയ മോശമാണെന്നേ. അമ്മ ഒരു സമാധാനം തരില്ല. ദേ ഇപ്പോ ഇവിടെ നിന്ന് പോയ ഡോക്ടറുടെ അച്ഛനേക്കാളും കഷ്ടം. അബി അത് പറഞ്ഞപ്പോൾ ദിയ ഒന്ന് അവനെ നോക്കി ചിരിച്ചു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തുളുമ്പുന്നത് അബിക്ക് കാണാമായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ. സാരമില്ല, പോട്ടെ. അപ്പുറത്ത് പുതിയൊരു നേഴ്സുണ്ട്, അവര് മരുന്ന് വെച്ച് തരും. ഇന്നലെ കണ്ട ദേശക്കാരി ചേച്ചിയല്ല കേട്ടോ, അങ്ങോട്ട് ചെന്നോളൂ, ദിയ അവനോട് ഇടർച്ചയോടെ പറഞ്ഞു. അബി അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഡോക്ടറുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനിത് പറയുന്നത് ശരിയാണോ എന്നും എനിക്കറിയില്ല. ഒരു ഡോക്ടറോട് ഇത് പറയാൻ പാടുണ്ടോ എന്നും അറിയില്ല. എങ്കിലും എനിക്ക് മാഡത്തിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഗൾഫിൽ പോയി ജോലിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ തിരികെ വരുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ? ശരിക്കും ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ചോദിക്കുന്നതാ കേട്ടോ. ഇന്നലെ ഇത് ചോദിക്കാനുള്ള യോഗ്യതയില്ലായിരുന്നു. ഒരു ജോലി ഇല്ലാത്തവനായിരുന്നു. ഇന്നു മുതൽ അതുണ്ട്. അച്ഛൻ മരിച്ച നാള് മുതൽ അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരു നന്ദി വാക്ക് പോലും ഇന്ന് വരെ അവരെന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായി ഒരു ആശ്വാസം തോന്നിയതും മനസ്സിന് സമാധാനിപ്പിച്ചതും ഇന്നലെ ഡോക്ടറാണ്. വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി. എന്നെ സ്നേഹിക്കാമോ? അബി അത് ചോദിച്ചപ്പോൾ ദിയ ആകെ ഞെട്ടിപ്പോയിരുന്നു. അവളെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു അത്. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ആ നോട്ടത്തിൽ വല്ലാത്തൊരാശ്വാസവും സമാധാനവും നിറഞ്ഞിരുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ?
ദിയ പറഞ്ഞു തുടങ്ങിയപ്പോൾ അബി അവളെ തടഞ്ഞു. ഒന്നും പറയണ്ട, ഒന്നും അറിയുകയും വേണ്ട. എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാമെങ്കിൽ എന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാകില്ല. എന്തു പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ടാകും കൂടെ. അവൻ അത് പറഞ്ഞ് അവൾക്കരികിലേക്ക് ചെന്നു. ദിയയുടെ കണ്ണുകൾ അപ്പോൾ വല്ലാതെ നിറഞ്ഞു. ആരും തന്നെ തന്റെ വേദനകളെ ഇത്രത്തോളം ഉൾക്കൊണ്ടിട്ടില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവൻ അപ്പോൾ അവളുടെ കവിളിൽ ഒന്ന് മെല്ലെ തലോടി. സാരമില്ല, പോട്ടെ. എന്ത് വിഷമമുണ്ടെങ്കിലും അതിജീവിക്കണം. ജീവിതമല്ലേ, മുന്നോട്ടു പോയല്ലേ പറ്റൂ. ഞാനുണ്ടാകും കേട്ടോ കൂടെ. അവൻ അത് പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. അമ്മയില്ലാതെ എന്നും അച്ഛന്റെ മദ്യപാനവും വഴക്കുകളും ഉപദ്രവവും മാത്രമായി കഴിഞ്ഞിരുന്ന അവൾക്ക് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പുറമേയുള്ള ഏതോ ഒരു ആൺകുട്ടിയിൽ നിന്ന് ഒരു സ്വാന്തനവാക്ക് ലഭിച്ചപ്പോൾ അവൾ ഇടറിപ്പോയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ ഷർട്ടിലേക്ക് പതിയെ ചാഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ അവളെ ചേർത്തു പിടിച്ചു. അവന്റെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞിരുന്നു. ഞാൻ മുറിവ് മരുന്ന് വെച്ച് തരാം. അവൾ അത് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റപ്പോൾ അബി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പോകുന്നതിന് മുൻപ് മുറിവൊക്കെ നന്നായി ഉണങ്ങിക്കോട്ടെ. യാത്രയ്ക്ക് മുൻപ് ഒരു ധൈര്യം കിട്ടുമല്ലോ. അവൾ അവളുടെ കണ്ണുകൾ തുടച്ച് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അബി അപ്പോൾ സന്തോഷത്തോടെ ഒന്ന് തലയാട്ടി. അവൾ മരുന്ന് വെക്കാനുള്ള തുണിയും ബോക്സുമായി അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. അബി കട്ടിലിൽ കിടന്ന് പതിയെ കാൽ നീട്ടി വെച്ചു കൊടുത്തു. ചെറുതായി ഒന്ന് മുണ്ടു മാറ്റാമോ? അവൾ അവനോട് ചോദിച്ചു. അബി അപ്പോൾ ഒരു നിമിഷം പോലും മടിച്ചില്ല. അവൻ താൻ എടുക്കാനായി കരുതിയിരുന്ന തീരുമാനത്തിന്റെ ശക്തിയിൽ ധൈര്യത്തോടെ ഉടുത്ത മുണ്ട് മാറ്റിവെച്ചു കൊടുത്തു. മുണ്ടൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ഷർട്ട് മാത്രം ധരിച്ച് അവൻ കിടന്നു. തന്റെ ജീവിതത്തിൽ അവൾക്കു മുന്നിൽ ഒരു രഹസ്യങ്ങളുമില്ല എന്ന് കാണിക്കാനായിരുന്നു അവന്റെ ശ്രമം. മോശമായ ചിന്തകളൊന്നും തന്നെ അബിയുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അവൾ തന്റേതാണെന്ന തോന്നൽ മനസ്സിന്റെ ഉള്ളറകളിൽ എവിടെയോ പതിഞ്ഞിരുന്നു എന്നതായിരുന്നു സത്യം. അവളുടെ സ്നേഹവും സാന്നിധ്യവും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവന്റെ മനസ്സപ്പോൾ. ശരിക്കും പവിത്രമായ പ്രണയം മാത്രം. ഇന്നലത്തെ മുറിവിന് മീതെ ചെറിയൊരു കറുപ്പ് പാളി വന്നിരുന്നു. അപ്പോൾ ദിയമല്ലേ മുറിവ് മരുന്നുകൊണ്ട് തുടച്ച് അതിൽ പുതിയ മരുന്ന് വെച്ചു. തലേന്നത്തെ പോലെ വേദനയില്ലാത്ത എന്നാൽ അതിലേറെ വാത്സല്യം നിറഞ്ഞ ഒരനുഭവമായിരുന്നു അത്. അവളുടെ കൈകളുടെ സ്പർശം അബിയുടെ കണ്ണുകളെ ഈറൻ അണിയിപ്പിക്കുന്നുണ്ടായിരുന്നു. പെറ്റമ്മയ്ക്ക് പോലും ഇതുവരെ തരാൻ കഴിയാത്ത ഒരു സ്നേഹം അവളുടെ കൈകൾ കൊണ്ടെന്ന് അവൻ അപ്പോൾ തോന്നി. കഴിഞ്ഞു. അവൾ പുതിയ ബാൻഡേജ് ഒട്ടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അബി അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി മുണ്ട് ശരിയാക്കി വേഗത്തിൽ അവിടെ എണീറ്റിരുന്നു. എനിക്കൊന്ന് കോണ്ടാക്ട് നമ്പർ തരാമോ? അവൻ അപ്പോൾ അവളോട് ചോദിച്ചു. തരാം, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അബി അവളുടെ കൈകളിൽ അപ്പോൾ പതിയെ ഒന്ന് പിടിച്ചു. എന്ത് വിഷമമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും എന്നെ ഓർത്താൽ മതി. ഞാൻ പോയി കഴിഞ്ഞാലും ഒരു ദൂരം അകലെയാണെങ്കിലും ഈ മുഖം എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകും. ഒരു ഫോൺ കോളിനപ്പുറത്ത് എന്നും ഞാനുണ്ടാകും. ഇപ്പോൾ എന്തോ മുന്നോട്ട് ജീവിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നുന്നു. ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ. ഇതുവരെ അതില്ലായിരുന്നു. വീട്ടുകാർക്ക് വേണ്ടി ഭാരം വലിക്കുന്ന ഒരു കഴുതയുടെ ജീവിതമായിരുന്നു ഇതുവരെ. ഇനി മുതൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ, ഞാൻ വിളിക്കാം. അവൻ അത് പറഞ്ഞ് അവളോട് ചിരിച്ചു. അവളുടെ കൈകളിൽ ഒരു ധൈര്യത്തിനെന്ന പോലെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. അബി അവിടെ നിന്ന് പതിയെ നടന്നു പോകുമ്പോൾ ദിയയുടെ മനസ്സ് നിറയെ അവനായിരുന്നു. അവൾ ഹോസ്പിറ്റലിന് മുന്നിലേക്ക് ചെന്ന് അബി പോകുന്നത് ഏറെ നേരം നോക്കി നിന്നു. അബി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി കൈവീശി കാണിച്ചു. നിറഞ്ഞ മനസ്സോടെ അവൻ അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിലെ എല്ലാ മുറിവുകളിലും മരുന്ന് വെക്കാൻ ഇനി അവൾ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ്. അവനു വേണ്ടി ഇനി അവൾ കാത്തിരിക്കും. അവന്റെ ഡോക്ടർ കുട്ടി.